നമ്മൾ ഉണ്ടാക്കുന്നത് റവ ചിപ്സ് ആണ്. അപ്പോൾ റവ കൊണ്ട് നമ്മൾ ഒരുപാട് ഐറ്റംസ്, ഇപ്പം എൻ്റെ മുമ്പത്തെ വീഡിയോ തന്നെ റവ കൊണ്ടുള്ളൊരു ഐറ്റം ആയിരുന്നു. നല്ല അടിപൊളി ഒരു സ്നാക്കായിരുന്നു. ഇപ്പോൾ ഇത് റവയുടെ ചിപ്സാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. റവയും കുറച്ച് എണ്ണ ഉണ്ടായാൽ മാത്രം മതി. ഇത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്തും നമുക്ക് 4 മണി ചായക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. റവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ റോസ്റ്റഡ് റവ എടുക്കരുത് കേട്ടോ, സാധാ റവ എടുത്താൽ മതി. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. എങ്ങനെ പൊടിച്ചു കഴിഞ്ഞാലും, നന്നായിട്ട് പൊടിച്ചു കഴിഞ്ഞാലും ചെറിയ ചെറിയ തരി ഉണ്ടാവും. അപ്പോൾ അതാ കണ്ടോ, ഇതുപോലെ അങ്ങനെ ചെറിയൊരു തരി ഉണ്ടാവും. അത് പ്രശ്നമാക്കണ്ട, പക്ഷെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. 1 കപ്പ് റവയിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തീരെ ചെറിയ കുട്ടികളുടെ വീടൊക്കെ ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്യുക. ഈ മുളക് പൊടി ഉപ്പൊക്കെ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ തന്നെ. പച്ചവെള്ളമാണ് കേട്ടോ, സാധാ വെള്ളമാണ്, ചൂടൊന്നും ആക്കണ്ട. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണത് പോലെ തന്നെ കുഴച്ചെടുക്കുക. മാവ് ഇത്തിരി ലൂസായിരുന്നാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ടൊന്ന് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിക്കോളും. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. പെട്ടെന്ന് അങ്ങ് വെള്ളമൊക്കെ ഒഴിച്ച് ഉരുട്ടിയെടുക്കരുത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ, അല്ലാതെ തന്നെ കുഴച്ചാൽ മതി. കുഴച്ച് റെഡിയാക്കി ബോളാക്കിയതിന് ശേഷം പുറത്ത് ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അത് വെച്ച് കുഴക്കണ്ട, അതിൻ്റെ പുറം ഭാഗത്തൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ എല്ലായിടത്തും ഒന്ന് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണ്. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞു, തുറന്നിട്ടുണ്ട്. ഇനി കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യണത് പോലെ തന്നെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ബോളാക്കിയിട്ടാണ് എടുക്കുന്നത്. ചപ്പാത്തി പലകയുടെ വലുപ്പത്തിനനുസരിച്ച് 3 or 4 ഒക്കെ ആക്കാം. ഞാനിപ്പോൾ 3 ബോളാണ്, 4 ആയാലും കുഴപ്പമില്ല, എത്രണ്ണോ ആക്കി എടുക്കാം. ബോളാക്കിയതായി ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ചപ്പാത്തി പലകയിൽ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഏത് പൊടിയായാലും കുഴപ്പമില്ല, ഗോതമ്പ് പൊടിയോ ഏത് പൊടി ഇട്ടിട്ടും പരത്തിയെടുക്കാം, അരിപ്പൊടി ഇട്ടിട്ടും പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൊടി പരമാവധി കുറച്ചിട്ട് ഇട്ടാൽ മതി. അപ്പോൾ മൈദയായാലും ഏത് പൊടിയായാലും പരമാവധി കുറച്ചിട്ട് ഇടുക. കാരണം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ആ എണ്ണയിൽ ഈ പൊടി ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എണ്ണ പെട്ടെന്ന് കളറ് മാറും. പരമാവധി തിന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ അതാ പരത്തി കഴിഞ്ഞു. മാക്സിമം തിന്നായിട്ട് പരത്തിയെടുക്കുക, അപ്പോഴേ ചിപ്സ് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇനി ഇതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കണം. ഇത് 4 സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഏത് ഷേപ്പ് വേണമെങ്കിലും, ഇപ്പോൾ ഡയമണ്ട് കട്ടിൻ്റെ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം, വലുതാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ചെറുതായിട്ട് ചെറിയ സ്ക്വയറുകളായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഈസി ആയിട്ട് തന്നെ ചെയ്യാം. ഇതാ കണ്ടോ, തീരെ തിന്നായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഒരുപാട് സമയം വെക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പരത്തി ഇട്ട് കൊടുക്കുക, കാരണം തമ്മിൽ കൂട്ടിമുട്ടാതെ വെക്കണം. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏത് എണ്ണയായാലും കുഴപ്പമില്ല. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. എണ്ണ നന്നായി ചൂടാകുമ്പം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഓരോന്നോരോന്നായിട്ടാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിലും നല്ല സ്പീഡിൽ വേണം ഇടാൻ. എണ്ണ നല്ല ചൂടുള്ള സമയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലതായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഫോട്ടോയിൽ ഇത് കണ്ടല്ലോ, നമ്മൾ ഫ്രൈ ചെയ്ത ചിപ്സ് കണ്ടല്ലോ, അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരും. പിന്നെ തിരിച്ചും മറിച്ചൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, കാരണം അത് തന്നെ എണ്ണയിൽ കിടന്നിട്ട് തിരിയും മറിയൊക്കെ ചെയ്യും. ഒന്ന് ഇളക്കി ഇങ്ങ് എടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്, എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അപ്പോഴേ അകത്തൊക്കെ ശരിക്കൊന്ന് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നന്നായിട്ട് എല്ലാം ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കോരിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടോ, എല്ലാം നല്ല പൊള്ളയായിട്ട് വന്നിട്ടുണ്ട്.
ഇങ്ങനെ അത്രയും നല്ല ക്രിസ്പിയാണ്. നമുക്ക് ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടാണ്. എണ്ണയിലിടുമ്പോൾ തന്നെ കണ്ടോ, എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് പൊങ്ങി വരുന്നത് തന്നെ നല്ല വീർത്തിട്ടാണ്. നല്ല ചൂടുള്ള എണ്ണയാകുമ്പോൾ നല്ല പൊങ്ങി വരും. കറുമുറയെ കുറിക്കാൻ നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. കുറേശ്ശെ ഇട്ടിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഈ പാനല്ല, നമ്മൾ പരന്നിട്ടുള്ള പാനാണെങ്കിൽ നല്ല സുഖമാണ്. ഇതിലേറെ കൂടുതൽ ഇടാൻ പറ്റും. കുറച്ചധികം തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കുറച്ച് എണ്ണയെ ഒഴിച്ചുള്ളൂ. പരന്ന പാനാണെങ്കിൽ ഈ എണ്ണ തന്നെ മതി. കുറച്ചധികം തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് ദിവസമൊക്കെ സൂക്ഷിക്കുകയും ചെയ്യുക. ഒരാഴ്ച വരെയൊക്കെ സൂക്ഷിച്ചാലും ഒരു കുഴപ്പമില്ല. നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കുറിക്കാനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ഈ മധുരം ഇഷ്ടമുള്ളവർക്ക് മധുരം ചേർത്തിട്ടും ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ പൊട്ടിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് 4 മണി ചായക്കൊക്കെ കുറിക്കാൻ നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. മാത്രമല്ല വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ്, റവ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ല. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്